അച്ഛന്മാരെ ഇത് ബോട്ടിലേക്ക് കയറ്റാൻ വേണ്ടി വരിയായിട്ട് നിൽക്കുന്ന ഐസുകളാണ്. അവിടെ നിന്ന് ഇങ്ങനെ പൊടിച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ മുകളിലേക്ക് കയറിയാണ്ട് ഇങ്ങനെ ആ ബോട്ടിലേക്ക് കയറ്റാനുള്ള കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് 2 ബോട്ട് വേറെയും വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ബോട്ടിൽ എങ്ങനെ കയറ്റുന്നത് കാണാം. നമ്മൾ ഉള്ളിൽ കയറി നോക്കിയാലോ. ബോട്ടിൻ്റെ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ബോട്ടാണ്. കുറച്ച് റിസ്ക്കാണ് ഇവിടുന്ന് മുകളിൽ കയറാൻ. ഈ ടയറിലൊക്കെ പിടിച്ച് കയറണം. നമുക്ക് നോക്കാം. ഒരു ബോട്ട് നിർത്തി ഐസ് സെറ്റാക്കുന്ന ടൈമിൽ അവർക്ക് ഭക്ഷണത്തിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തയ്യാറാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ചമര നമ്മൾ ഇതിൻ്റെ ഉള്ളിലെത്തിക്കണം കേട്ടോ. ഇത് നമ്മളെ അണ്ണന്മാരാണ്. അവർ അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ പറ്റുന്ന പറഞ്ഞേ. നമ്മളെ അണ്ണൻ ഇറങ്ങുന്നുണ്ട്. നമുക്ക് നോക്കാം, പോയേക്കാം. ഇതിലൂടെ അടിയിലേക്ക് ഇറങ്ങാം. കുറച്ച് റിസ്ക്കാണ്. അടിയിലെത്തി. ഞാനിതാ അതിൽ കൂടെ ഇപ്പം ഇങ്ങനെ ഇറങ്ങിട്ടോ. ഇറങ്ങിയിട്ട് ഇതാ എൻ്റെ ഉള്ളിൽ അവർ ഇൻവേർട്ടർ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേമാതിരി കണ്ടില്ലേ, കുറേ അറകളുണ്ട് കേട്ടോ. ഇതിലൊക്കെ ഓരോ മീനിനെ ഇങ്ങനെ സെറ്റാക്കി വെക്കലാണേ. ഐസ് കല്ലി ഇവിടെ ഓപ്പൺ ആക്കാൻ പറ്റൂല. അന്തേ സൈഡാ അയ്യാണ് ഫുൾ സപ്പോർട്ടാട്ടോ. ഐസായതുകൊണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. ടൈറ്റ് ആയിരിക്കും. പരവായില്ല. എന്നാ പേരെന്നാ? പേര് ആകാശ്. എന്താ ഊരെങ്കിൽ? ദിണ്ടുകൾ. തമിഴ്നാട്. തമിഴ് എന്താ പക്കം இருக்கும்? പളനിയാ? പളനി ഇല്ല കേട്ടോ. മീനുണ്ടല്ലേ? അയക്കുറുണ്ട്, കാരടുണ്ട്. അവര് വിച്ചേന്റെ ബാക്കി ഇതെന്നാ പണു? കറിക്ക്. ഇവർക്ക് കറി വെക്കാനുള്ളതാണേ. ബാക്കി എല്ലാ മീനും അവര് ഇറക്കിയിട്ട് ഐസ് സെറ്റ് ആക്കിയിട്ട് പോയിട്ട് എത്ര നാള് கடல்ல இருப்பேன்? ஒரு வாரம் 10 நாள். மீன் கிடைக்கிற பொறுத்து 3 நாள்ல ஏறும், 5 நாள்ல ஏறும், 2 நாள்ல ஏறும். மீன் ஃபுல்லா ஆச்சுன்னா ஏறும். മീൻ എപ്പോഴാ ഫുള്ളാവുന്ന അപ്പോൾ അവർ കയറി വരും. ചിലപ്പോൾ 10 ദിവസം പിടിക്കും, അല്ലെങ്കിൽ 5 ദിവസം കൊണ്ട് മീനാവണമെങ്കിൽ 5 ദിവസം കൊണ്ട് പിടിക്കും. കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിലുള്ള സെറ്റപ്പ് എങ്ങനെ ഉണ്ടല്ലേ. ഐസിൻ്റെ അത്